കേരളത്തിൽ ഹാസ്യകലാപ്രകടനം എന്ന കലാരൂപത്തിനെ വ്യത്യസ്തങ്ങളായ രൂപത്തിലും ഭാവത്തിലും പരിപോഷിപ്പിച്ച് മിമിക്രി എന്ന ശബ്ദമാറ്റത്തിനൊപ്പം തെക്കൻ കേരളത്തിൽ അനന്തപുരിയുടെ മണ്ണിലൂടെ ജീവിതമാർഗവുമായി നടന്നു നീങ്ങിയ കലാകാരൻ. തൻ്റെ ഗുരുനാഥനായ ചലച്ചിത്ര നടൻ അനശ്വരനായ ശ്രീ ആലുംമൂടിൻ്റെ ശിഷ്യനായി ഹാസ്യകലാരംഗത്തെത്തിയ ഈ കലാകാരൻ മിമിക്രി എന്ന കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ചരിത്രം വിസ്മരിക്കാനാകാത്തതാണ്. ഹാസ്യകലാപ്രകടനം ശബ്ദമാറ്റത്താലും രൂപമാറ്റത്താലും വഴിമാറി. പ്രകൃതിയിലുള്ള ശബ്ദങ്ങൾക്ക് പുറമെ ഹാസ്യത്തിനും വേഷത്തിനും മറ്റു സർവ്വമേഖലകളിലെ അനുകരണങ്ങളിലേക്ക് വഴിമാറിയപ്പോൾ ഹാസ്യകല ഒരു കലാസൃഷ്ടിയായി. തുടർന്നു വന്ന കലാകാരന്മാരുടെ ഉപജീവന മാർഗമായി. ഹാസ്യകല മിമിക്രി എന്ന പേരിൽ പരിണമിച്ചപ്പോഴും ആ കലയോടൊപ്പം സഞ്ചരിച്ച് തൻ്റേതായ മുദ്രകൾ പതിപ്പിച്ച കലാകാരൻ. മോഹൻലാൽ എന്ന മഹാനടൻ്റെ രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിലും ആദ്യമായി അനുകരണം നടത്തി കലാസ്വാദകരെ അമ്പരിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കലാകാരൻ. മറ്റു കലകളെപ്പോലെ അനുകരണം എന്ന കലയും പ്രസ്ഥാനങ്ങളും ക്രമേണ വളർന്ന് ഒരു കലാരൂപമായി മാറി. പ്രകൃതിയിൽ സ്വയംഭൂവായി ഉരുവിട്ട ശബ്ദം ആദ്യമായി സ്വായത്തമാക്കിയത് ആദിമ മനുഷ്യനാണെന്നും ആ ആദിമ മനുഷ്യനാണ് ലോകത്തിലെ ആദ്യത്തെ അനുകരണ കലാകാരനെന്നും ആ അനുകരണമെന്ന കലയെ ആസ്പദമാക്കി എന്താണ് മിമിക്രി, ഏതാണ് മിമിക്രി എന്നു പറയുവാൻ ഞാനും എൻ്റെ മിമിക്രിയും എന്ന പേരിൽ ആദ്യമായി ഒരു മിമിക്രി സമാഹാരം പുറത്തിറക്കിയ കലാകാരൻ. അനുകരണമെന്ന കലയ്ക്ക് വരും തലമുറയ്ക്കായി ആദ്യമായി ഒരു പരിശീലന സെൻറ്റർ തുടങ്ങിവെച്ച് വിജയം കൈവരിച്ചതും ഈ കലാകാരനാണ്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലൂടെയും റെസിഡൻസികളിലൂടെയും കലാസംഘടനകളിലൂടെയും ഈ കലയ്ക്ക് പരിശീലനവും ബോധവൽക്കരണവും നടത്തി കലയെ വളർത്തിയെടുത്തതിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. മിമിക്രി എന്ന കല നമ്മുടെ ഭാഷയ്ക്കും ദേശത്തിനുമപ്പുറം വിവിധ ഭാഷകളിലൂടെയും വിവിധ ദേശങ്ങളിലൂടെയും തൻ്റേതായ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ അവസരം ലഭിച്ച കലാകാരൻ. കലോത്സവ വേദികളിൽ അനുകരണ കലയ്ക്ക് ഒട്ടനവധി സമ്മാനങ്ങൾ നേടിയെടുത്ത് തുടർന്ന് സമിതിക്ക് ചുക്കാൻ പിടിക്കാൻ നടന്നു കയറിയ മറ്റൊരു കലാകാരൻ. കലയോടുള്ള ആത്മാർത്ഥതയും അർപ്പണബോധവും നിരീക്ഷണവും കൊണ്ട് ഏറെ വ്യത്യസ്തനായ കലാകാരൻ. മിമിക്രി എന്ന കലയെ മാത്രമല്ല കലാകാരെയും സംരക്ഷിക്കണമെന്നും കേരളത്തിലെ മിമിക്രി കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒരു സംഘടന വേണമെന്നും ആദ്യമായി അവതരിപ്പിച്ച കലാകാരൻ. KK മിമിക്സ് എന്ന കലാസംഘടനയുടെ സെക്രട്ടറി ആയിരിക്കെ മിമിക്രി സംഘടന എന്ന ആശയത്തെ മുൻനിർത്തി ഓൾ കേരള മിമിക്രി ആർട്ടിസ്റ്റ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ രൂപീകരിക്കാൻ ആദ്യമായി പരിശ്രമിച്ച കലാകാരൻ. സ്റ്റേജ് പ്രകടനങ്ങളിൽ കലാകാരന്മാർ അരങ്ങുവാഴുമ്പോഴും അരങ്ങുകളിൽ സജീവമാകാതെ അടുത്തുനിന്ന് വീക്ഷിച്ചുകൊണ്ട് KK മിമിക്സ് എന്ന സംഘടനയിലൂടെ മിമിക്രി പരിശീലനങ്ങളും കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത കലാകാരൻ. മിമിക്സ് താരാവലി എന്ന ആ നിഘണ്ടു ആശയം ആദ്യമായി അവതരിപ്പിക്കുകയും തുടക്കം കുറിക്കുകയും ചെയ്ത കലാകാരൻ. വ്യത്യസ്തങ്ങളായ പ്രവർത്തന ശൈലിയും ആശയങ്ങളുമുള്ള ഈ കലാകാരൻ്റെ പഴയ ആശയങ്ങൾ പലതും
ഇന്ന് പല സംഘടനകളും തുടങ്ങി വിജയം വരിച്ചതിൽ ഈ കലാകാരന് സന്തോഷം മാത്രമേ ഉള്ളൂ. ഈ കലാകാരൻ്റെ മനസ്സിൽ കരുതിയിരുന്ന പല ആശയങ്ങളും ഇനിയും ആരും ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ കലാകാരന്മാർ തമ്മിലുള്ള കലായാത്രകളിലൂടെയാണ് തിരുവനന്തപുരം കലാകേരള മിമിക്സ് അഥവാ KK മിമിക്സിൻ്റെ കലാപ്രസ്ഥാനത്തിന് കരുത്തേകിയത്. തിരുവനന്തപുരത്ത് രൂപം കൊണ്ട മാസ്ക് എന്ന മിമിക്രി സംഘടനയാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈ കലാകാരന്മാരെ വീണ്ടും ഒന്നിക്കാൻ വഴിതെളിയിച്ചത്. മിമിക്രി എന്ന കലയുടെ വളർച്ചയ്ക്ക് തുടങ്ങിവെച്ച പല പ്രവർത്തനങ്ങളും പ്രാവർത്തികമാക്കുവാൻ ഇവർ വീണ്ടും ഒന്നിക്കുന്നു. അതെ, ഇത് കളത്തുകാൽ ജയശങ്കർ, ഇത് സാബു കൈലാസ്.